പഞ്ചായത്തിലെങ്കിലും GPS പോലും കണ്ടുപിടിച്ചിട്ടില്ലാവുന്നു. ഓരോ ഗതികേട്. ദൈവം സഹായിച്ച് ഒരു കട്ട റേഞ്ച് പോലും ഇല്ല. കൃത്യമായിട്ട് ഇങ്ങനത്തെ സ്ഥലത്ത് കൊണ്ടുവന്ന് പണി തരാൻ നിനക്ക് വല്ല ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടോ? ദൈവമേ, ഇവിടെ ഒരു പട്ടിക്കുഞ്ഞിനെ പോലും കാണുന്നില്ലോ. ഞാനിത് എവിടെയാണോ എന്തോ. ചേച്ചി, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ഒന്നും ആരും ഇല്ലെന്നാ തോന്നുന്നു. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. എന്താ? ഞാനേ ഇവിടെ അടുത്തൊരു റിസോർട്ടില്ലേ, സെക്ടർ 112, അങ്ങോട്ട് പോവായിരുന്നേ. എനിക്ക് വഴി മൊത്തം തെറ്റിയെന്നാണ് തോന്നുന്നത്. അതിൻ്റെ കൂടെ എൻ്റെ ബൈക്കും കേടായി. എത്ര നോക്കിയിട്ട് സ്റ്റാർട്ട് ആവുന്നില്ല. ഇവിടെ ഒരു മനുഷ്യനെ പോലും കാണുന്നില്ല. ഇതിനൊക്കെ ഞാൻ എന്ത് വേണം? അല്ല, അത് പിന്നെ ഒന്നും തോന്നരുത്. ഞാൻ ഇന്ന് രാത്രി ഇവിടെ എവിടെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോട്ടെ. യോ, അടയ്ക്കല്ലേ പ്ലീസ്. എന്താടോ? ഞാൻ പറഞ്ഞല്ലോ, വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ടാ. ഫോണിലാണെങ്കിൽ റേഞ്ചും ഇല്ല. അച്ഛനും അമ്മയും ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ഇപ്പൊ ആരുമില്ല. ഇയാളപ്പോ ഇവിടെ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത്? അതല്ലേ തന്നോട് പറഞ്ഞത്. ഇവിടെ ഇപ്പൊ ആരുമില്ല, താൻ ചെല്ല്. ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അയ്യോ പോലെ, ഉള്ളത് പറയാലോ. സത്യം പറഞ്ഞ എനിക്ക് ഈ ഇരുട്ട് പേടിയാ. പോരാത്തതിനും മഴയും മിന്നലും. പ്ലീസ്, ഞാനിവിടെ എവിടെയെങ്കിലും ഇരുന്നോളാം. ഒരു കുഴപ്പം ഉണ്ടാക്കത്തില്ല, സത്യമായിട്ടും. അല്ലെങ്കിലും രാത്രി ഒറ്റയ്ക്ക് താമസിക്കുന്ന താനെന്തിനാണോ എന്നെ പേടിക്കുന്നേ? ഞാനൊന്ന് വന്നോട്ടെ പ്ലീസ്. ഇയാളവിടെ പോയിരുന്നു. എന്താ? ഒന്നുമില്ല, ചുമ്മാ. ആർട്ടിസ്റ്റ് ആണല്ലേ? അല്ല. ഓ സോറി, വരയ്ക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഓർത്ത ആർട്ടിസ്റ്റാണ്. തൻ്റെ പേരെന്നാ? പേരില്ല. പേരില്ലേ? ശരിക്കും താനിവിടെ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത്? വേറെ ആരുമില്ലേ? തിരിച്ചിരുട്ടത്തേക്ക് തന്നെ പോണോ? ഓ വേണ്ടേ. ആ, എന്നാ തനിക്ക് കൊള്ളാം. തനിക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? ടീ ഓർ കോഫി? ടീ. ഓ സോറി, ഞാൻ ചായ കുടിക്കാറില്ല. അതുകൊണ്ട് ചായപ്പൊടി വാങ്ങിക്കാറുമില്ല. ഒരു ഫോർമാലിറ്റി, അതുകൊണ്ട് ചോദിച്ചതാ. എന്നാ പിന്നെ കാപ്പി മതി. അല്ലേലും കാപ്പി തന്നെയാ നല്ലത്. അല്ല, താൻ വല്ലതും കഴിച്ചായിരുന്നോ? അയ്യോ ഇല്ല, ഞാൻ പെട്ടെന്ന് പോരാൻ നിന്നോണ്ടേ ഒന്നും കഴിക്കാൻ നിന്നില്ല. അയ്യോ, കഷ്ടായിപ്പോയി. ഉണ്ടായിരുന്ന ഫുഡ് ഞാൻ കുറച്ചു മുമ്പ് കഴിച്ചു. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഓ സാരില്ല, കാപ്പി മതി. അല്ലെങ്കിൽ ഈ സമയത്ത് ആരാ ഭക്ഷണം കഴിക്കണേ? ഓ, ചോദ്യം കേട്ടപ്പോൾ ഞാൻ ഓർത്തിപ്പോൾ അങ്ങ് ഒലത്തി തരുന്നു. എവിടെയോ ഒരു നട്ട് മുറിയിട്ടില്ലെന്ന് തോന്നുന്നു. ഇനി കാപ്പിപ്പൊടി കാണില്ലെന്ന് പറഞ്ഞു വരുമോ? ഇവളെന്നെ വരയ്ക്കുന്നേ. അയ്യോ, താൻ എങ്ങോട്ട് പോവാന്ന് പറഞ്ഞേ? ഇവിടെ ഒരു കിട്ടില്ലൻ റിസോർട്ടില്ലേ, കാടിൻ്റെയൊക്കെ നടുക്കുള്ള സെക്ടർ 112. അതിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയാ, ജിൻസൺ. അവൻ കുറേ നാളായിട്ട് ഇറങ്ങാൻ പറയുന്നേ. ഇപ്പോഴാണ് സമയം കിട്ടിയത്. ഓ, വന്ന വരവാണേ അതിങ്ങനെ. കാര്യം പറഞ്ഞാൽ എൻ്റെ ലൊക്കേഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ എല്ലാ സ്ഥലവും ഒരുപോലെ ഇരിക്കുന്നു. റേഞ്ചും ഇല്ല, വണ്ടിയും കേടായി, മുടിഞ്ഞൊരു കാലാവസ്ഥയും. താനും കൂടിയില്ലായിരുന്നു ഞാൻ പെട്ടുപോയനെ കേട്ടോ. കഴിഞ്ഞ തന്നോടൊരു കാര്യം ചോദിക്കാൻ കൊള്ളില്ലല്ലോ. എന്തൊരു വെറുപ്പിക്കലാടോ. തനിക്ക് കാപ്പിയും തന്ന് മിണ്ടാതിരുത്തുന്നത് തന്നെയാ നല്ലത്.
വേണ്ടായിരുന്നു. ഇതൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം. ഇതെന്ത് തേങ്ങയത്? ഇതാണ് ഇവിടെ ഇത്ര നേരം വരച്ചോണ്ടിരുന്നത്? ഇതാണ് മോഡേൺ ആർട്ട്? നീ അത് തൊട്ടോ? ഇല്ല, ഞാൻ ജസ്റ്റ് നോക്കിയതേ ഉള്ളൂ. ഇല്ലെന്നേ, സത്യമായിട്ട് ഞാൻ തൊട്ടിട്ടില്ല. കാപ്പി. ആ കാപ്പിയും കുടിച്ച് മിണ്ടാതെ അവിടെ ഇരുന്നോണം. ഇനി ഇങ്ങോട്ടെങ്ങാനും വന്ന തല ഞാൻ തല്ലി പൊട്ടിക്കും. കാപ്പി കുടിക്ക്. അതെ, കാപ്പി നന്നായിട്ടുണ്ട് കേട്ടോ. എന്താ ഈ കാപ്പിയുടെ ടേസ്റ്റിന്റെ രഹസ്യം? ജീവന്റെ വിലയുള്ള സമയത്ത് കിട്ടുന്നതെന്തിനും നല്ല രുചി തോന്നും. വെറുതെ തമാശക്ക് പറഞ്ഞതാ. കുടിച്ചോ, നാളെയും വരാനുള്ളതല്ലേ. മഴ മാറി ഞാൻ അപ്പ പോവും, പിന്നെ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. വരാതിരുന്ന നിനക്ക് കൊള്ളാം. ലൂസ് ഉള്ളത് ഒരു നട്ടിനല്ല. ഞാനിത് എവിടെയത്? ഞാനിത് എവിടെയത്? ബാഗ്, ഫോൺ. ഭാഗ്യത്തിന് ഫോണുണ്ട്. നാശം. ചായ കടിക്കണം. വീട്ടിൽ നിന്ന് ചായ കുടിച്ചതാ. ഞാനും കുടിച്ചതാ. ഇവനേതാ? എന്നാ പ്രോബ്ലം സാർ? എന്നാ പറ്റിയെന്ന് അറിയത്തില്ല, പെട്ടെന്ന് നിന്നുപോയി. പെട്രോൾ ഇല്ലേ? പെട്രോളൊക്കെ ഉണ്ട്. ചെക്ക് പണലാം. നോക്ക്. ഇന്ന് പണിയില്ലായിരുന്നോ? ഇല്ല, ഞാനിന്ന് പോയില്ല. ചേട്ടാ, ഒരു കട്ടൻ. ക്ഷീണം പോലെ തോന്നി. എന്നാലും എത്രാമത്തെ അല്ലേ? എത്രാമത്തെ ആയിട്ട് ഒരു കാര്യവും ഇല്ല. പോലീസിനൊരു കോപ്പും കെട്ടാൻ പോകുന്നില്ല. പ്രയത്നെ പിടിക്കാൻ പോലീസ് വന്നിട്ട് വല്ല കാര്യമുണ്ടോ? പിന്നെ അല്ലാതെ. സർ, ACP വർഗീസ് ഈപ്പൻ. സർ. എടോ, താൻ ഏത് മറ്റിടത്ത് പോയി കിടക്കുമായിരുന്നോ? തന്നെ എത്ര തവണ ഞാൻ വിളിച്ചു? സർ, അത്യാവശ്യമായിട്ട് ടൗൺ വരെ പോയതാ. വരുന്ന വഴിക്ക് വണ്ടി കേടായി പോയി സർ. തൻ്റെ ഒരു വിശദീകരണം എനിക്ക് കേൾക്കണ്ട. തൻ്റെ ഊഹമൊക്കെ ശരിയായിരുന്നു. കഴിഞ്ഞ 2 വർഷത്തെ പോലെ സെയിം ഡേറ്റിൽ, അതായത് ഇന്നലെയും അവിടെ ഒരു കൊലപാതകം നടന്നു. സെക്ടർ 112 റിസോർട്ട് ഓണർ ജിൻസൺസ് കറിയാം. കൊലപാതകയെ പിടിക്കുമെന്ന് പറഞ്ഞ് അണ്ടർ കവർ ഉണ്ടാക്കാൻ പോയിട്ട് ഇപ്പൊ എന്തായി? തന്റെ മൂക്കും തുമ്പത്ത് വെച്ച് ഒരാളെ കൂടെ തീർത്തില്ലേ? ഞാൻ അപ്പോഴേ തന്നോട് പറഞ്ഞത് എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും പൊക്കോളൂന്ന്. അതെങ്ങനെയാ?
അന്നേരം അയാളുടെ ഒടുക്കത്തെ സി ഐ ഡി കളിയും ഓവർ കോൺഫിഡൻസും. താൻ ഇന്നലെ ആ റിസോർട്ടിൽ തന്നെയല്ലേ താമസിച്ചുകൊണ്ടിരുന്നത്? സാർ അത് അതിന്റെ പ്രിമൈസസിൽ തന്നെയാ ബോഡി കിട്ടിയത്. സത്യം പറ, താൻ ഇന്നലെ രാത്രി എവിടെയായിരുന്നു? സാർ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്നലെ പെട്ടുപോയി സാർ. എനിക്ക് കൂടുതൽ ഒന്നും കേൾക്കണ്ട. താൻ എത്രയും പെട്ടെന്ന് സ്ഥലത്തെത്തണം. അവിടുത്തെ പ്രൊസീജിയർ കഴിഞ്ഞ് കൃത്യം 12 മണിക്ക് തന്നെ എനിക്ക് ഇവിടെ കാണണം. മനസ്സിലായോ? സാർ കഴിഞ്ഞ 3 വർഷത്തിനിടയ്ക്ക് ഇന്നലത്തേത് കൂടി കൂട്ടി 3 കൊലപാതകങ്ങൾ എവിടെ നടന്നത്. ആരാ ചെയ്തതെന്നോ എന്തിനാ ചെയ്തതെന്നോ ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷേ ഇന്നലത്തെ ഈ കൊലപാതകം താൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് നടക്കില്ലായിരുന്നു. സാർ സത്യമായിട്ട് നൈറ്റ് ഒരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്ത ഫുൾ ടീമും റെഡിയായിരുന്നു. എനിക്കങ്ങ് എത്താൻ പറ്റിയില്ല സാർ. എങ്ങനെയോ വഴി തെറ്റിപ്പോയി. പിന്നെ കുറെ പ്രശ്നങ്ങളുണ്ടായി സാർ. തന്റെ ഒരു പ്രശ്നം എനിക്ക് കേൾക്കണ്ട. 12 മണിക്ക് ഈ ഓഫീസ് കണ്ടിരിക്കണം. ഇതിന്റെ എക്സ്പ്ലനേഷൻ തരാതെ തന്നെ ഞാൻ വിടില്ല. സാർ ഞാൻ പറയുന്നത് ശ്ശേ. സാർ ആ சார் எந்த வண்டிக்கு கம்ப்ளைண்ட் எதுவும் கிடையாது. ഏ? சார் பிரச்சனையே இல்லை. ഹലോ സാർ, സാർ ഇന്നലെ എവിടെ ആയിരുന്നു? എത്ര തവണ വിളിച്ചു? ഇന്നലെ ഇവിടെ പിന്നെയും ആ ഞാൻ അറിഞ്ഞു റജി. എന്തെങ്കിലും കിട്ടിയോ അവിടുന്ന്? എനി ക്ലൂ? എല്ലാ തവണത്തെയും പോലെ സെയിം മെത്തേഡ് തന്നെയാണ് സാർ. പിന്നെ ആകെ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ബോഡിയുടെ അടുത്തുനിന്ന് ഒരു പെയിൻറ്റിങ് കിട്ടി സാർ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പെയിന്റിങ്ങോ? അതെ സാർ, പെയിൻറ്റിങ്. അത് ഞാൻ സാറിൻ്റെ വാട്സപ്പിൽ ഇട്ടായിരുന്നു. സാറ് ഇന്നിങ്ങോട്ട് വരുമോ? ആ ഞാൻ പെട്ടെന്ന് വരാം. சார் காசு கொடுத்து போங்க சார். ഓ ഞാനൊന്നും ഇവന് ചായ ഒന്നും വേണ്ടേ? ഇവനൊക്കെ എവിടുന്ന് വരുന്നു? മനുഷ്യനെ മെനക്കെടുത്താൻ. ആരാ? മോളില്ലേ? ഒന്ന് വിളിക്കാമോ? എന്താ? ഞാൻ മോളെ ഒന്ന് കാണാൻ വന്നാ. മോൻ എന്താ വേണ്ടേ? ഞാൻ മോളെ ഇന്നലെ എൻ്റെ മോള് മരിച്ചിട്ട് 3 വർഷമായി. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് അവളെ പരിചയം? അവളും അവിടെ അമ്മയും മരിച്ചത് ഒരേ ദിവസമാണ്. അവളെ അടക്കിയിരിക്കുന്നത് അവിടെ അമ്മയുടെ സ്ഥലത്താണ്. ഇന്നലെ ഞാൻ അതിൻ്റെ കർമ്മങ്ങൾക്ക് വേണ്ടി പോയതായിരുന്നു. അതാ എൻ്റെ മോള് നികിത. നിങ്ങൾക്ക് എങ്ങനെയാ അവളെ പരിചയം? മോളെങ്ങനെയാ? എൻ്റെ മോളെ കൊന്നതാ ആ ദുഷ്ടന്മാര്. അവളെ കുറെ ഉപദ്രവിച്ചു. അതിൽ പിന്നെ ഇവിടെ ആരൊക്കെയോ മരിച്ചു. അതൊക്കെ ചെയ്തത് എൻ്റെ മോളെ ആത്മാവാന്ന് എല്ലാവരും പറയുന്നത്. ഓരോട്ടക്കാർ പോലും ഇങ്ങോട്ട് വരാറില്ല, എൻ്റെ മോളെ പേടിച്ചു.
റജി, ഇവിടുത്തെ സ്റ്റേഷനിൽ വിളിച്ചിട്ട് 3 വർഷം മുമ്പ് ഇവിടെ നടന്ന ഒരു പെൺകുട്ടിയുടെ മർഡർ കേസിന്റെ ഡീറ്റെയിൽസ് എടുക്കണം. കുട്ടിയുടെ പേര് നിഖിത. പെട്ടെന്ന് വേണം. അല്ല സാർ, ഇവിടെ ഇൻക്വസ്റ്റ് മാങ്ങാത്തൊലി. ഇത് അതിലും പ്രധാനപ്പെട്ടാണോ? 10 മിനിറ്റിന് എനിക്ക് കിട്ടിയിരിക്കണം, മനസ്സിലായോ? ഓക്കെ സാർ. ആ പറയടോ. ഹലോ സാർ, അതിന് ഡീറ്റെയിൽസ് സാറിന് ഞാൻ അയച്ചിട്ടുണ്ട്. അതൊരു മർഡർ കേസ് അല്ല സാർ, സൂയിസൈഡാണ്. മിസ്സിംഗ് കേസ് ആയിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് അടുത്തുള്ള ഒരു റെയിൽവേ ട്രാക്കിൽ നിന്നാണ് ബോഡി കിട്ടിയത്. ആകെ ചിതറിപ്പോയിരുന്നു. ശരി, താൻ ഫോം വെച്ചോ, ഞാൻ അങ്ങോട്ട് വരുവാ. വെക്കല്ലേ വെക്കല്ലേ. എന്താടോ? ഒരു കാര്യം കൂടി ഉണ്ട്. സാറ് പറഞ്ഞു നിഖിത വേറൊരു കേസിൽ പ്രൈവറ്റ്നെസ് ആയിരുന്നു. ആ കേസിന്റെ ഇടയ്ക്കാണ് മിസ്സിംഗ് ഒക്കെ. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ സാറിന് അയച്ചിട്ടുണ്ട്. ശരി, താൻ ഇൻക്വസ്റ്റിന്റെ കാര്യങ്ങൾ നോക്കിയോ, ഞാനിപ്പോൾ അങ്ങ് എത്തിയേക്കാം. ഓക്കെ സാർ. അഡ്വക്കേറ്റ് ഋതു ചെറിയാൻ. നീ എന്ത് വിചാരിച്ചടാ? ഇത് ചുമ്മാ റേപ്പ് മർഡറോ അതിന്റെ പേരിലുള്ള ചീപ്പ് റിവെഞ്ച് ആണെന്നോ? കഥകൾ എന്തൊക്കെ അറിയാൻ കിടക്കുന്നു നിന്റെ സെക്ടർ 112നെ കുറിച്ച്. ഇനി ഇങ്ങോട്ട് വരരുതെന്ന് നിന്നോട് പറഞ്ഞതല്ലേടാ? എടി നീ എന്നെ ഹലോ, സെക്ടർ 112. ആ, സാറായിരുന്നു. ഇതേ നമ്പർ? ഇല്ല സാർ, അവർ രാവിലെ തന്നെ വെക്കറ്റ് ചെയ്തായിരുന്നു. ഇപ്പം വേറെ ഗസ്റ്റ് ഒന്നുമില്ല. ആണോ? ഇന്ന് വൈകിട്ടോ? അതൊക്കെ ക്ലീനാണ് സാർ. ഓക്കെ സാർ, അപ്പോൾ വേറെ അഡ്മിഷൻ ഒന്നും എടുക്കണ്ടല്ലോ? ഓക്കെ ശരി സാർ. ക്ലീൻ ചെയ്തു. ബാബു ചേട്ടാ, ഓ, ഒന്ന് ഇരിക്കാനും സമ്മതിക്കാതെ എന്നത്തിന് വിളിക്കുന്നു. ബാബു ചേട്ടാ, ജെയ്സൺ സാർ വിളിച്ചായിരുന്നു. ഇന്ന് വൈകിട്ട് ഗസ്റ്റ് ഉണ്ട്. അപ്പൊ ഒന്ന് നമ്മൾ രക്ഷപ്പെട്ടല്ലോ. ഇന്ന് വൈകിട്ട് വീട്ടിൽ പോ. വേറെ ഗസ്റ്റ് ആരും വരുന്നില്ലല്ലോ അല്ലേ? വേറെ ഗസ്റ്റ് ഒന്നുമില്ല. ചേട്ടാ, മോളി ചേച്ചി വന്നായിരുന്നോ കഴിഞ്ഞ ദിവസം വെക്കറ്റായ ഗസ്റ്റിന്റെ കോട്ടേജ് ക്ലീൻ ചെയ്യാനായിട്ട്? എനിക്കൊന്നും അറിയത്തില്ല. അതിന് സൗകര്യം ഉള്ളപ്പം വരും, അതാണല്ലോ പ്രകൃതം. ഓ, ഞാനാണ് ക്ലീൻ ചെയ്യുന്ന പറയുകയും ചെയ്ത്. ഇനി ഞാൻ തന്നെ ക്ലീൻ ചെയ്യേണ്ടി വരൂ? ചെയ്യണം. പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ലല്ലോ. ആരാ പറഞ്ഞ എനിക്ക് വേറെ പണിയൊന്നുമില്ലെന്ന്? എനിക്ക് എൻ്റെ അമ്മേനെ കൊണ്ട് ആശുപത്രി പോകാനുള്ളതാ. ചേട്ടൻ ഇതൊന്ന് ക്ലീൻ ചെയ്തിടുമായിരുന്നെങ്കിൽ ഞാൻ പോയിട്ട് വരായിരുന്നു. അതെ, എന്റെ ജോലി സെക്യൂരിറ്റി പണിയാ. ക്ലീനിങ് അതിൽ പെടൂല. വരട്ടെ മോളെ. ആ ചൂലെന്തി? അജി, നീ വണ്ടി അങ്ങോട്ട് നീക്കിയിട്ടു. ഞാനിപ്പോൾ വരാം. അടച്ചിട്ടില്ല. ആള് വരുന്നൊന്നും അറിയുന്നില്ലേ ബാബു? അത് പിന്നെ ഞാനൊരു കാര്യം ചെയ്തോണ്ടിരുന്നാൽ എന്റെ ഫുൾ ശ്രദ്ധ അതിലായിരിക്കും. അതുകൊണ്ട് എന്നാ പിന്നെ ചെയ്തോണ്ടിരിക്കുന്ന സെക്യൂരിറ്റി പണി നന്നായിട്ട് ചെയ്യാൻ പറ. മാഡം വന്നാ?
ചേട്ടാ ഞാൻ ആ ബോട്ടിൽ വേസ്റ്റ് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഒന്നെടുത്ത് കളഞ്ഞേക്കാവോ? ഉത്തരവ്. ഓ, ഒരു പണിയും ചെയ്യാൻ കഴിയത്തില്ലെന്നേ. അച്ഛാ നിങ്ങൾ പൊക്കോളാവോ? എന്നെന്ന് വെച്ചാൽ ക്ലീൻ ചെയ്യുന്ന ആൾ വന്നിട്ടില്ല. ഇന്ന് വൈകിട്ട് വേറെ ഗസ്റ്റും ഉണ്ട്. അതൊന്ന് റെഡിയാക്കാതെ എനിക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. എത്ര മണിക്ക് ചെല്ലാൻ പറഞ്ഞേ? 5 മണിക്ക് ചെല്ലാനാ പറഞ്ഞത്. ഓ, 5 മണി എന്ന് പറയുമ്പോൾ കണ്ടു കഴിയുമ്പോൾ ലേറ്റ് ആവുമല്ലോ. ഒരു കാര്യം ചെയ്, ഞാൻ മാമനെ വിളിച്ച് പറഞ്ഞേക്കാം. നിങ്ങളിത് ഒത്തിരി വൈകുവാണെങ്കിൽ നേരെ തറവാട്ടിലേക്ക് പൊക്കോ. ഇനിയിപ്പോൾ ഈ മഴയും തണുപ്പുള്ള സമയത്ത് അമ്മയ്ക്ക് വയ്യത്തും കൂടെ അല്ലേ, ചുമ്മാ ഇങ്ങോട്ട് നടക്കണ്ട. അത്രയും രാത്രിയാവുമോ? പിന്നെ ഡോക്ടറിൻ്റെ അടുത്തൊക്കെ നല്ല തിരക്കായിരിക്കുമല്ലോ, അപ്പോൾ പറഞ്ഞ സമയത്തൊന്നും കാണിച്ച് നടക്കത്തില്ല. പിന്നെ ദേ ഇത് മരുന്നിനുള്ളതും കൂടെ ഉണ്ട്. എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാം. രാത്രി ആകുമ്പോൾ വീട്ടിൽ പോക്കണം കേട്ടോ. വേഗം ചെല്ല, അല്ലെങ്കിൽ ബസ് പോവും. രണ്ട് പിള്ളേര്. മാനേജർ പോയില്ല ഇതുവരെ. അല്ല, ഓണർ വരുമ്പോൾ മാനേജർ പോയി ശരിയാവത്തില്ലല്ലോ. സാറേ, പിള്ളേരെടുത്ത് അകത്ത് കിടത്തണം. വേണ്ട, അത് അവരെടുത്ത് കിടത്തിക്കോളൂ. ആ ശരി സാർ. ഓ, ഫാമിലി ആയിട്ടായിരുന്നോ? ഞാനത് സാറിന്റെ ഫ്രണ്ട്സ് മാത്രമേ കാണുള്ളൂ. അങ്ങനെയാണെങ്കിൽ നൈറ്റ് വേണം ഞാൻ നിൽക്കാം. ഓ വേണ്ടെന്നേ, നിനക്ക് 10 അടി നടന്നാ പോരെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോ. ആ 10 അടി മുഴുവൻ കാടാ. വിളിച്ചാലും ഞാനങ്ങ് വരത്തില്ല. വേണമെങ്കിൽ ഇപ്പൊ പറഞ്ഞാ നിൽക്കാം. വേണ്ടടി, ഇവിടെ എന്താ ആവശ്യം വരാനാ? ആ കഴിഞ്ഞോ? കഴിഞ്ഞു സാറേ. രാവിലെ ഇങ്ങ് വന്നേക്കണം. അത് പിന്നെ പറയേണ്ട കാര്യം. ബാബുവിന്റെ കൂടെ പോക്കോ. രാത്രിയായില്ലേ, നാളെ രാവിലെ ഇങ്ങനെ വന്നാൽ മതി. ശരി. വാ, ഒന്ന് വാ കൊച്ചെ, വിവരം അയക്കുന്നതിന് മുമ്പ് ചെല്ലണം. അവൻ എന്തേ വിഷയാവോ? അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പിള്ളേരാ, അങ്ങനെ തള്ളിക്കളയേണ്ട കാര്യമില്ല. എടേ, ഒരു കൊച്ചിനെ കാണത്തില്ല, മറ്റേ കൊച്ചിന്റെ വായ നൊരയും പതയും വരുന്നു. എന്താ ചെയ്യുക? എടോ മയിലേ, ഞാൻ എന്നാ ചെയ്യാനാ? നിങ്ങളും കൂടെ ഉണ്ടാക്കിയിട്ടല്ലടാ. എടാ നിർത്ത്. ഓപ്പ്, ഞാൻ ഒന്ന് നോക്കിയിട്ട് വരാം. ഞാനിവിടെ വരാം. നീ വരണ്ട, താഴെ ആ സോജനം പിള്ളേരുണ്ട്, ഞാൻ അവരെ കൂട്ടി പോക്കോളാം. ഇതെല്ലാം എൻ്റെയും കൂടെ തലേ വന്ന് വീഴുമല്ലോ ദൈവമേ. அந்த கதவு கொஞ்சம் போடுங்க அக்கா. എന്താ പറ്റിയ? എന്താ കാര്യം? அந்த கதவு கொஞ்சம் போடுங்க அக்கா. മോക്ക് എന്താ പറ്റിയേ? എന്തിനാ കരയുന്നേ? അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അച്ഛൻ എന്തേ? അയാളെന്റെ അപ്പയെല്ലാം കിടയാത്. പിന്നെ അതാരാ? എനിക്ക് തെരിയാതക്ക. ആ പെണ്ണ് എങ്ങോട്ട് പോയി? ഇവിടെയും കാണുന്നില്ലല്ലോ. ഇനി അങ്ങോട്ടൊക്കെ ഒന്ന് നോക്കാം. ഇവിടെ വരാൻ സാധ്യതയില്ല. നമ്മുടെ മാനേജറുടെ വീടല്ലേ. ഇവിടെ വന്ന ആൾ നമ്മളെ വിളിച്ച് പറഞ്ഞാനേ. വാ, ഇവിടെ നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് അപ്പുറങ്ങാനും പോയി നോക്കാം. വാ, ചിലപ്പോ ബസ് സ്റ്റോപ്പിലെങ്ങാനും കാണും. ഇവിടെയും കണ്ടില്ല. വാ, നമുക്ക് അവിടെ പോയി നോക്കാം. മോളെ എന്താ പറ്റിയെന്ന് പറ. അവരൊക്കെ പിന്നെ ആരാ? മറ്റേ കൊച്ചോ? പേടിക്കാതെ പറ. അവരൊക്കെ പോയി. அவ என் ஃப்ரெண்ட் அக்கா. அவ பேரு நந்தினி. என் வீட்டு பக்கத்தில் தான். எனக்கு ஒரு மாமை மட்டும்தான் இருக்கு. அவ ரொம்ப மோசமான ஆள். எனக்கு அவர் பிடிக்கவே பிடிக்காது. வண்டி கொஞ்சம் அங்கே ஸ்டாப் பண்ண. நம்ம முத்துலட்சுமி அம்மா கடைன்னு 2 டீ குடிச்சிட்டு போவோம்.
கூட்டம் அதிகமாக இருக்குது செட்டியாரையா. சரி பரவாயில்ல. இங்கே ஸ்டாப் பண்ணுறா. இந்த சைடு தானே? போதும் போதும். ஒரே வேலையாக போச்சு. கடவுளே. சீக்கிரம் வாடே. രണ്ട് കട്ടൻ കാപ്പി സക്കര പോടാമേ. ആ ചെട്ടിയാരോ വ്യാപാരമൊക്കെ നല്ലപടി നടത്തിച്ചാ? ആ എല്ലാം നല്ലപടിയാ നടന്നിച്ച്. ആ മാടുസ്വാമി നീ കേൾക്ക വാ വാ. ஐயா எனக்கு வர வேണ്ട 2000 கிடைச்சி ബാക്കി 2500 ஆமாய்யா. എണ്ണിപ്പാറ്. 1 2 3 4 5 செட்டியாரே காப்பி சக்கரை இல்லையே. வித்தவுட் சொன்னா என்னால் இப்படியே கொடுக்க முடியும். உங்களுக்கெல்லாம் இதே வேலை. செட்டியார் ஒரு மருது எப்படி கொடுத்தாலும் பிரச்சனை தானே. அக்கா 20 தானே? சரி. ஐயா நான் போட்டுமா ஐயா? இருடா ஒரு கட்டி சாப்பிட்டு தான் போவான். வண்டி எடு. முருகா ஆண்டவா. மருதே வண்டியில் கிளாஸ் இருக்குல்லையா? இருக்குங்கய்யா. வண்டியை சோளமலைக்கு விடு. சோளமலைக்கு அங்கே இருந்து சாப்பிட்றேன். சரிங்க ஐயா. தொட்டுக்கு ஏதாவது வேண்டாமா ஐயா? டாக்ஸி சொல்லிட்டேன். அப்படியே சைக்கிள். தண்ணி ஊத்துறா. இதை ஊத்துருங்கய்யா. எண்ணிப்பாரு. முன்னாடி 3 வாட்டி எண்ணி பார்த்துட்டீங்க, அப்புறம் நான் இதுக்கு என்னது? சரி சரக்கடி. എന്നെ സാർ നമ്മളൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ടല്ലേ? നിങ്ങളെയൊക്കെ എങ്ങനെ മറക്കാനാ? സോപ്പിട്ടത് പോതും സാർ. പിന്നെ ചെട്ടിയാരെ, ഞാൻ വിളിച്ചത് അത്യാവശ്യം ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഇത് മുന്നാടി മാതിരിയല്ല, കൊഞ്ചം റിസ്ക് ആണ്. ചെട്ടിയാർക്ക് ഞാനൊരു 15 രൂപ അങ്ങ് തരും. 15 ലക്ഷമോ? പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഇളുന്നായിരുന്നു. ഞാൻ വൈകിട്ട് ഒരു സാധനം என்னங்கய்யா பெரிய மேட்ரா? മാറ്റൊന്നും പരിസല്ല. 2 പൊണ്ണു വേണം. പെൺകുളന്தை. பெண் குழந்தையா? പെൺകുളന്தை. ஐயா 10 ലക്ഷം കിടക്കും. പയ്യനുടെ സർജറിക്ക് ക്യാഷ് റെഡി അയച്ച.
வந்துட்டீங்களா? சாப்பாடு இருக்கட்டுமா? சரி, அப்போ உன்னோட பிறந்த நாளைக்கு வாங்கி தரேன். குழம்பு நேத்து வச்சது. പൈസ റെഡി ആയിടിച്ചാ? പയ്യയുടെ സർജറിക്ക് ക്യാഷ് റെഡി അയച്ച 10 ലക്ഷം കിടക്കും. പെൺകുളത്ത് டாக்டர் പറഞ്ഞ ഡേറ്റ് എല്ലാം മുടിഞ്ഞു പോச்சு. സർജറി ഇനിയും பண்ணல. அவன் உயிருக்கே ஆபத்து. காசு எப்ப கிடைக்கும்? எப்ப பணத்தை பற்றி கேட்டாலும் நீ இந்த மாதிரி பேசாம இருப்ப. பைசா கிடைக்கலன்னு வச்சுக்கோ, நான் இந்த குழந்தைகளையும் கூட்டி இங்கேருந்து போவேன். நீ உன் பொண்ணை கூட்டிட்டு போ. என்னோட பையனை எப்படி காப்பாற்ற எனக்கு தெரியும். வேலை முடிச்சதுக்கு அப்புறம் தான் வெளியே போக முடியும் தான் உன்னோட எத்தனை வாட்டி சொல்லிருக்க? நீ சொன்ன மாதிரி பாத்திரத்தை எல்லாம் கழுகி ட்ரெஸ் எல்லாம் வாஷ் பண்ணிட்டேன். மீதி எல்லாம் டியூஷன் முடிஞ்சதுக்கு அப்புறம் பண்றேன். எத்தனை சொன்னாலும் கேட்க மாட்டேன். ஓடி. யார் இது? செட்டியாரா? என்ன செட்டியாரு? மருதெல்லாம் சொல்லலையா, அதுதான் மாற்று. பணத்தோட பொடி வச்சிருக்கு, அதை மிக்ஸ் பண்ணி கொடுத்தா போதும். காலையில நந்தினி என் வீட்டுக்கு வரும்போது என்னமோ எனக்கு குடிக்க கொடுத்த. പിന്നെ ഏതും വ്യാപകമില്ലേ. കണ്ണു തുറക്കും പോത് ഇങ്ങതാ. அந்த ആളുകൾ யாருன்னு എനിക്ക് தெரியாதக்க. എന്നിട്ട് നന്ദിനി എവിടെ? அங்கே இருக்கு. நான் தப்பிச்சு வந்து அவங்க எல்லாம் மோசமான ஆள். கிடைச்சா கொந்துடுவேங்க அக்கா. எப்படியாவது அவளை காப்பாதுங்க அக்கா. അവര് നിങ്ങൾ ഉപദ്രവിച്ചോ? ഹലോ. ആ ഋതു, ഒരു അത്യാവശ്യമുണ്ട്. ഈ പാതിരാത്രിക്ക് എന്താ ഇത്ര അത്യാവശ്യം? എടി, ഇവിടുത്തെ റിസോർട്ടില്ലേ,
ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എടി നീ ഒരു കാര്യം ചെയ്യ്. എടി നീ ആദ്യം പോലീസിനെ വിളിക്ക്. പെട്ടെന്ന് അവരോട് വരാൻ പറ. ആ കൊച്ചിൻ്റെ റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും വിളിക്ക്. അപ്പോഴത്തേക്ക് ഞാൻ അങ്ങ് എത്തിക്കോളാം. എടി അതൊക്കെ സമയം എടുക്കത്തില്ലേ? അന്നേരത്തേനോ കൊച്ചിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് അവിടെ വരെ പോയി നോക്കാം. എടി അതൊന്നും വേണ്ട, അത് നിനക്കും അവൾക്കും പ്രശ്നമാകും. ഇപ്പൊ നിങ്ങൾ സേഫാ. പോലീസ് വരട്ടെ, അല്ലാതെ വേറെ വഴിയില്ല നമുക്ക്. ഹലോ, പീരുമേട് പോലീസ് സ്റ്റേഷൻ. ഹലോ സർ. സർ, ഞാനിവിടെ സെക്ടർ 112 റിസോർട്ടിന്റെ മാനേജറാണ്. വന്നേക്കാം, ഫോൺ വെച്ചോ. സർ സർ, ഫോൺ വെക്കരുത്. ആ കുട്ടി അവിടെ തന്നെ ഉള്ളൂ. ഇനി താമസിച്ചു കഴിഞ്ഞാൽ അവർ ഹലോ 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 പോലീസ് സ്റ്റേഷൻ. ഹലോ ഹലോ. മോളെ, മോക്ക് വേറെ ആരെങ്കിലും ഉണ്ടോ? എങ്കിൽ നമുക്ക് അവരെ വിളിക്കാം. എനിക്കൊരു മാമി മട്ടുന്താ. അപ്പ അമ്മ സിന്നതിലെ സത്ത് പോയിട്ട. അക്ക എനിക്കാരുമില്ലേ. ആനാ നന്ദിനിക്കൊരു അണ്ണൻ ഇருக்கு. അണ്ണന്റെ നമ്പർ നമുക്കറിയോ? 9947. ഇന്ന് മോള് സംസാരിക്കാം. ஹலோ ஹலோ. செல்வண்ணா. யார் இது? கண்மணியா? ஆமா, கண்மணி தான். கண்மணி எங்க இருக்க? நந்தினி எங்க? நந்தினி எங்கேருந்து கேட்குறேக்கா. ഹലോ സെൽവ. ഹലോ, ഇത് ആരാ? കൺമണി ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. എല്ലാത്തും அந்த அக்கா தான் காரணம். அக்கா, நான் இங்க வளைய பக்கத்துல இருக்கேன். நான் இப்பவே கிளம்பி வரேன். நான் வர்றதுக்கு எப்படியாவது 6 மணி நேரம் ஆச்சு. அதுக்குள்ள நந்தினிக்கு எதுவும் ஆகாத. എനിക്ക് അവള് மட்டும்தான் അക്ക. പേടിക്കണ്ട, പോലീസ് ഇപ്പൊ എത്തും. ഒന്നും സംഭവിക്കത്തില്ല. അക്ക, നന്ദിനിക്ക് എതുവും ആകാതെ അവക്ക് ഫിക്സ് വരുവാങ്ക. അവക്ക് എതുവും ആവുന്നില്ലേ? ഒന്നും സംഭവിക്കില്ല, പേടിക്കണ്ട. പോലീസ് ഇപ്പൊ തന്നെ ഇവിടെ എത്തിക്കോളും. ശരിക്കാ, ഞാൻ സീക്കിരം വന്നല്ലോ. നന്ദിനിക്ക് ഫിക്സ് വരാറുണ്ടോ? ആഹാ. ഓ, ഇത്രയ്ക്ക് സുഖത്തിന് കിടന്നുറങ്ങാനാണ് എനിക്ക് വീട്ടിൽ കിടന്നാ പോരാന്നോ? ആ, ബെസ്റ്റ്. ഒന്ന് എണീക്കടോ, നേരം വെളുത്തു. ഹലോ, നമസ്കാരം. പീരുമേട് പോലീസ് സ്റ്റേഷൻ. ഇത്ര ഇറസ്പോൺസിബിൾ ആവരുത് സാർ പോലീസ്. എത്ര മണിക്ക് ഞാൻ വിളിച്ചു പറഞ്ഞതാണ്. ഒരു ജീവന് നിങ്ങൾ ഇത്രയും വില കൊടുക്കുന്നുള്ളൂ? ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്കത് കളിതമാശയല്ലേ? ഹലോ, സോറി, ഇത് ഹെഡ് കോൺസ്റ്റബിൾ ആണ് സംസാരിക്കുന്നത്. നിങ്ങൾ എന്ത് പരാതിയാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്? എത്ര തവണ പറയണ സാർ ഇത്?
ഞങ്ങളിപ്പോൾ തന്നെ എത്തിയേക്കാം, പേടിക്കണ്ട കേട്ടോ. ആ റിസോർട്ടിൻ്റെ പേരെന്താന്നാ പറഞ്ഞേ? സെക്ടർ 112 അല്ലേ? ഇതാ എത്തി മോളെ, പേടിക്കണ്ട. തനിക്കൊക്കെ എന്തെങ്കിലും ഉത്തരവാദിത്തം ഉണ്ടോടോ? ആ സെക്ടർ 112 ഒരു ചൈൽഡ് അബ്യൂസ് നടന്നിട്ട് താൻ ഏത് മാനത്ത് നോക്കിയിരിക്കുവായിരുന്നോ? CI സാർ എങ്ങനെ അറിഞ്ഞാലേ തൻ്റെ തൊപ്പി അങ്ങ് കോട്ടപ്പുറത്തിരിക്കും. തനിക്കുള്ള ഞാൻ വന്നിട്ട് തരാം, വണ്ടി എടുക്കടോ. സാറിനെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്കാം. ജയ്സൺ സാറേ, കോൺസ്റ്റബിൾ വിളിച്ചു. അച്ചായ എന്നാ പറ്റി? അച്ചായ ഇതിനെ എന്താ ചെയ്യണ്ടേ? ആദ്യം ഇവിടെ നിന്ന് പോകാം. വിട്ടോ. എന്ത് പറ്റി മോളെ? അവന്മാരെന്തിയേ? എല്ലാത്തിനും ഒരു സമയമുണ്ട് സാറേ. ആ സമയം കഴിഞ്ഞ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരികയല്ല. അവര് പോയോ? ആ പോയി. ഞാൻ എപ്പോ വിളിച്ചു പറഞ്ഞതാ, അപ്പൊ വരാനുള്ള മനസ്സൊന്ന് കാണിച്ചിരുന്നെങ്കിൽ. അവര് പോയി. ആ കൊച്ചിനെ കൊണ്ടാ പോയത്. അവക്കെന്താ പറ്റിയെന്ന് കൂടെ അറിയത്തില്ല. CCTV വിഷ്വൽസ് മുഴുവൻ അവർ ഡിലീറ്റ് ചെയ്തു. ഇനി നിങ്ങൾ എന്തിനാ വന്നത്? സംഭവം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്കാണ്. പക്ഷെ അതും പറഞ്ഞുകൊണ്ട് അവന്മാരെ നമുക്ക് ഒരിക്കലും കിട്ടില്ല. ഇപ്പം ഞാൻ പറയുന്നത് കേൾക്ക്. അമ്മമാർ പോയ വണ്ടിയും ആ പോയ സമയം ഒന്ന് പറ മോളെ. പറ. അവന്മാരെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു വൈറ്റ് ഇന്നോവ കാറില 1/2 മണിക്കൂറായി പോയിട്ട്. വേഗം വണ്ടി എടുക്കണോ. അവരെ കിട്ടിയില്ല, പക്ഷെ നന്ദിനിയെ കിട്ടി. അവിടെ അടുത്തുള്ള കാടിന്റെ നടുക്കുന്ന്. ഞങ്ങളൊക്കെ വന്നപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. നന്ദിനി പോയി. അന്ന് എല്ലാം നഷ്ടപ്പെട്ട് ഷെൽവ് അവളുടെ അടുത്തിരുന്ന് കരയുന്നത് കണ്ട് നികിത ഒന്ന് തീരുമാനിച്ചു, അതിന്റെ കാരണക്കാരെയൊന്നും വെറുതെ വിടില്ലെന്ന്. പോലീസ് കേസെടുത്തു. CCTV വിഷ്വൽസ് പോലും ഇല്ലായിരുന്നു. ആകെ ഉണ്ടായിരുന്ന അവളുടെ സാക്ഷിമൊഴി മാത്രം. സെക്യൂരിറ്റി ബാബു മൊഴി മാറ്റി പറഞ്ഞു. അവരവിടെ ഉണ്ടായിരുന്നതിന് യാതൊരു തെളിവും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവർക്ക് പിൻബലത്തിന് പണം ഉണ്ടായിരുന്നു. വിലയ്ക്ക് വാങ്ങാവുന്നതെല്ലാം അവർ വാങ്ങി. പോലീസ്, സാക്ഷികൾ, മീഡിയ, എന്തിന് നിയമം പോലും. കൺമണിയുടെ മൊഴിയിൽ റിസോർട്ട് ഓണർ ജെയ്സനെ അറസ്റ്റ് ചെയ്തെങ്കിലും ജാമ്യം അനുവദിച്ചു. മറ്റു 2 പ്രതികൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ പോലും കഴിഞ്ഞില്ല. കേസ് കോടതിയിലെത്തുമ്പോൾ അവർക്കാകെ ഉണ്ടായിരുന്ന ഭീഷണി നികിതയുടെ മൊഴിയായിരുന്നു. അതില്ലാതാക്കാനും അവർ പല വഴിക്ക് ശ്രമിച്ചു. പക്ഷേ കോടതിയിൽ രഹസ്യമൊഴി കൊടുക്കാൻ അവൾ തീരുമാനിച്ചു. അങ്ങനെ കേസ് കോടതിയുടെ മുന്നിൽ എത്തുന്നതിന് കുറച്ച് ദിവസം മുൻപ്. മോളെ, നാളെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? അച്ഛൻ പേടിക്കണ്ട, പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. നാളെ റിപ്പോർട്ടുമായിട്ട് ചെല്ലാനാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. നാളെ മോടെ കാര്യം എങ്ങനെയാ? അത് പെട്ടെന്ന് കഴിയും. മോളെ നോക്കി പോണം കേട്ടോ. ഋതു ഉണ്ടല്ലോ അമ്മ കൂടെ, ഒരു കുഴപ്പമില്ല. ആരാ? നികിതയല്ലേ? അതെ. SP ഓഫീസിൽ നിന്ന് അവിടെ വരെ ഒന്ന് വരണം. ഞാൻ എന്തിനാ വരുന്നത്? അതിന് കുറച്ച് പ്രൊസീജിയേഴ്സ് ഒക്കെ അല്ലേ. അത് ഈ നേരത്ത് നിങ്ങൾ ചെല്ലാൻ നോക്ക്. എത്ര ബലം പിടിച്ചാലും കൊണ്ടുചെല്ലണമെന്നാ പറഞ്ഞിരിക്കുന്നത്. വാടി ഇവിടെ. അവളെ എങ്ങോട്ടാ കൊണ്ടുപോയതെന്ന് പോലും അറിയില്ലായിരുന്നു. പോലീസ് സ്റ്റേഷനിലേക്കോ SP ഓഫീസിലേക്കോ ഒന്നുമല്ല കൊണ്ടുപോയതെന്ന് പിന്നീടാ മനസ്സിലായത്. മകളെ വലിച്ചഴിച്ച് കൊണ്ടുപോകുന്നത് കണ്ടു നിൽക്കാനുള്ള ശക്തി ആ അമ്മയ്ക്കില്ലായിരുന്നു. അവർ ഹോസ്പിറ്റലൈസ്ഡായി. കണ്ടീഷൻ കുറച്ച് ക്രിട്ടിക്കലായി. പല സ്ഥലത്തും അന്വേഷിച്ചു. ഒരു രാത്രി ഒരു പകലും കഴിഞ്ഞിട്ടും അവളുടെ ഒരു വിവരവും കിട്ടിയില്ല. 24 മണിക്കൂർ പച്ചവെള്ളം പോലും കൊടുക്കാതെ പല രീതിയിൽ ഉപദ്രവിച്ചിട്ടും അവൾ മൊഴി മാറ്റാൻ തയ്യാറായില്ല. അന്ന് വൈകിട്ട് അവളുടെ അമ്മ മരിച്ചു.
അമ്മയെ അവസാനമായിട്ടൊന്ന് കാണാൻ പോലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞു വരെ അവർ അവളെ ടോർച്ചർ ചെയ്തു. അവസാനം അന്ന് രാത്രി അവൾ അവിടുന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടു. അതോ അവൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി അനുവദിച്ചതാണോ എന്നും അറിയില്ല. അന്ന് രാത്രി പിറ്റേ ദിവസം അതൊരു റെയിൽവേ ട്രാക്ക് ആത്മഹത്യയായി മാറി. അല്ല, മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് പോലും ഒന്നും ബാക്കി കിട്ടിയില്ല. കേസ് തള്ളിപ്പോയി. കുറച്ച് നാളുകൾ കൊണ്ട് എല്ലാവരും എല്ലാം മറന്നു. ഇതൊക്കെ നടന്നതിന് യാതൊരു തെളിവും അവശേഷിച്ചില്ല. പക്ഷെ അവരെയൊന്നും വെറുതെ വിട്ടില്ല. ചെയ്തതിനുള്ള കൂലി അവർക്ക് കിട്ടി. അല്ല, കൊടുത്തു. നിഖിതയ്ക്ക് വേണ്ടി, അവളുടെ അമ്മയ്ക്ക് വേണ്ടി, നന്ദിനിക്കും സെൽവയ്ക്കും വേണ്ടി, അവര് കാരണം പലതും നഷ്ടപ്പെട്ടു പോയ ഒരുപാട് പേർക്ക് വേണ്ടി. ഈ പറഞ്ഞതിനൊക്കെ എന്തെങ്കിലും ന്യായം ഉണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? 3 പേരെ അങ്ങ് കൊന്നുകളഞ്ഞത് എന്തിന്റെ പേരിലായാലും ക്രൈം ക്രൈം തന്നെയാണ്. അത് ചെയ്തവര് പ്രതികളും. ഒരു ജീവന് പകരം ചോദിക്കാൻ മറ്റൊരു ജീവൻ. ഇതാണോ നിന്റെയൊക്കെ നീതി ന്യായവും? ഒരു ജീവൻ എടുത്താലും അവനെയൊക്കെ വെറുതെ വിടുന്നതല്ലേ നിന്റെയൊക്കെ നീതി? നീ പറഞ്ഞ പോലെ ഇത് നിന്റെ ചീപ്പ് റിവെഞ്ച് അല്ലാതെ പിന്നെ എന്താടി? മറ്റൊരാൾക്ക് വേണ്ടി റിവെഞ്ച് ചെയ്താൽ അത് ചിലപ്പോൾ ചീപ്പായിരിക്കും. ഇതൊന്നും ചെയ്തത് ഞാനല്ല. നാട്ടുകാരെ പറഞ്ഞ് വിശ്വസിപ്പിച്ച പ്രേതക്കഥയില്ലേ, അതെന്റെ അടുത്ത് വേണ്ട. അത് വിശ്വസിക്കാൻ മാത്രം പൊട്ടനല്ല ഞാൻ. നീ അത്ര പൊട്ടനൊന്നും അല്ലായിരിക്കും. പക്ഷെ നീ വിചാരിക്കുന്ന അത്ര ബുദ്ധിയൊന്നും നിനക്കില്ല. ഒരാൾക്ക് വേണ്ടി പ്രതികാരം ചെയ്യാൻ മറ്റൊരാൾക്ക് അവകാശമൊന്നും ഇല്ലായിരിക്കും. പക്ഷേ അവകാശമുള്ള ഒരാളുണ്ട്. പ്രതികാരം ആർക്ക് വേണ്ടിയാണോ അയാള് തന്നെ. ഇത് എന്റെ അമ്മ. இங்க அதிகம் இருக்கக்கூடாது. அவங்க பார்த்த பிரச்சனை ஆயிடும். சீக்கிரம் போயிடலாம். ശരി, ആദ്യം ഇവിടുന്ന് പോവാം. ചില വണ്ടി എടുക്കും. വേഗം പോ. എന്റെ അമ്മ കാണാൻ പോലും സമ്മതിച്ചില്ല. നാളെയല്ല സാക്ഷി വരേണ്ട ദിവസം. അവന്മാർക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? അല്ല, അങ്ങനെ ഉറപ്പൊന്നും നമ്മുടെ കാര്യത്തിലില്ല. ആകെയുള്ളത് നിന്റെ വാക്കാ. സിറ്റുവേഷൻ നമുക്ക് അത്ര ഫേവറബിൾ അല്ല. അപ്പൊ ഇതൊന്നും ചെയ്തവന്മാർക്കൊന്നും പറ്റിയായിരുന്നല്ലേ? അവന്മാരൊന്നും ചെയ്യാനില്ലെന്നല്ലേ? എടി, അങ്ങനെയല്ല. നമുക്കൊരു ചെറിയ സ്കോപ്പ് ഉണ്ട്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാലോ. അല്ലെങ്കിൽ നമുക്കത് മാത്രമല്ലേ ചെയ്യാനുള്ളൂ. അത് മാത്രല്ല, വെറുതെ വിടരുതൊന്നിനെ. அப்படின்னா என்ன பிளான்? முடிச்சிடலாமா? 3 പേരെ. പിന്നെ അതൊക്കെ നടക്കണ കാര്യമാണല്ലോ. ഇപ്പം കൊല്ലാനേ അത് 3 പേരെ. ഇതെന്താ സിനിമയോ? ആദ്യം അകത്ത് പോകുന്നത് നമ്മളായിരിക്കും.
മര്യാദയ്ക്ക് നീ കണ്ട കാര്യം വന്ന് പറയും. പിന്നെ എന്താന്ന് വെച്ചാൽ കോടതി നോക്കിക്കോളൂ. കോടതിയുടെ തീരുമാനം അവർക്ക് ശിക്ഷ കൊടുക്കണ്ടെന്നാണെങ്കിലോ? കൊടുക്കണ്ടെന്നാണെങ്കിൽ അങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്യണം. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യണം. നന്ദിനിക്ക് വേണ്ടി, ഇവന് വേണ്ടി, ഒന്നും അറിയാത്ത എൻ്റെ പാവ അമ്മയ്ക്ക് വേണ്ടി, നഷ്ടപ്പെട്ട എൻ്റെ ജീവിതത്തിന് വേണ്ടി അവ തീരണം. എടി അതല്ല ഋതു, എൻ്റെ ഉണ്ടായിരുന്ന ജോലിയും കളഞ്ഞ് ഞാൻ ഇവിടെ വന്ന് റിസോർട്ട് മാനേജറായത് എന്തിനാന്ന് നിനക്കറിയാലോ? എൻ്റെ അച്ഛനും അമ്മയെ നോക്കാനായിട്ട്. എല്ലാം തകർത്ത് കളഞ്ഞില്ല. ആണാ അതെല്ലാം അവളെ ഈസി എല്ലാം കിടയാത്. സൂക്ഷിക്കണം. എല്ലാത്തിനും പ്ലാൻ വേണം. ഇതിന്റെ പേര് നമ്മളാരും ജയിലിൽ പോകാൻ പാടില്ല. പക്ഷെ എങ്ങനെ? അതിന് ഈ കൊലപാതകമൊക്കെ ചെയ്യാൻ പോകുന്നത് നമ്മളാരും അല്ല. പിന്നെ ആത്മാവ്. ആരുടെ? എൻ്റെ. പിറ്റേ ദിവസം റെയിൽവേ ട്രാക്കിൽ നിന്നും ബോഡി ഇവളുടെ അച്ഛൻ ഐഡന്റിഫൈ ചെയ്തു. അങ്ങനെ റെക്കോർഡിക്കലി ഇവള് മരിച്ചു. അപ്പോ ആ ബോഡി അതാരുടെയായിരുന്നു? ഇത്രയൊക്കെ ചെയ്യാമെങ്കിലാണോ ഒരു ബോഡി ഫേക്ക് ചെയ്യാൻ പാട്? പിന്നീട് അങ്ങോട്ടൊരു തയ്യാറെടുപ്പായിരുന്നു. വ്യക്തമായ പ്ലാനിങ്ങിൽ തന്നെയാ മൂന്നിനെ തീർത്തത്. നീ ഇവിടെ വന്ന് ഇറങ്ങുന്നത് തൊട്ട് നിന്നെ ഞങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. നീ എന്ത് വിചാരിച്ചു? നീ വഴിതെറ്റി എൻ്റെ അടുത്ത് വന്ന് കയറിയതാണെന്ന്. നിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് എത്തിച്ചതാ. ഞങ്ങളുടെ കണക്കൊക്കെ തീർന്നതാ. നീ വെറുതെ ആവശ്യമില്ലാതെ വന്ന് കയറിയതാ. അപ്പോൾ ആ 3 പേരെയും കൊന്നത് നിങ്ങൾ തന്നെയാണോ? ഞാനൊരു പോലീസുകാരനാ. എന്ത് ധൈര്യത്തിലാണ് എൻ്റെ മുമ്പിൽ ഇങ്ങനെ കൺഫ്യൂസ് ചെയ്യുന്നത്? ആവശ്യത്തിന് വകുപ്പുകൾ ഇപ്പം തന്നെയുണ്ട്. 2 ആജീവനാന്തം അകത്തു പോയി കിടക്കേണ്ടി വരും. അതിന് നീ ഇവിടുന്ന് പുറത്തു പോയാലല്ലേ ഇതാരോടെങ്കിലും പറയൂ. ആദ്യം നീ മരിക്ക്. പിന്നാലെ ആരെങ്കിലും വന്നാ അവരെ അങ്ങ് വിട്ടേക്കാം. മതിയാക്കടി. ഞാൻ വിശ്വസിച്ചു. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എന്താ ഉദ്ദേശം? നോ ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒബ്ജക്ഷൻ ഓവർ റൂൾഡ്. ഇതെന്താ വൈബ്രേറ്റ് ചെയ്യുന്നേ? കുറേ മിസ് കോൾ ഉണ്ടല്ലോ. നിക്കിത 12 മിസ് കോള്. ഫ്രണ്ട്ഷിപ്പ് കുറച്ച് കുറയ്ക്കുന്ന കേട്ടോ നല്ലത്. എന്തൊക്കെ പറഞ്ഞാലും മർഡറാ. സൂക്ഷിച്ചില്ലേ നിനക്കിട്ടും പണി കിട്ടും. അങ്ങനെ പണിയൊന്നും കിട്ടില്ലട മോനെ. ഇനി കിട്ടിയാലും അതിൽ നിന്നൊക്കെ നൈസായിട്ട് എസ്കേപ്പ് ആവാനുള്ള ലൂപ്പ് ഹോൾട്ട് തന്നെ എൻ്റെ പ്ലാൻ. IPS ട്രെയിനിങ് കഴിഞ്ഞിരിക്കുന്ന ഒരാളോടെ നീ പറയുന്നതെന്ന് ഓർത്തണം. ഓ എന്നാ പിന്നെ നീ എന്നെ അങ്ങ് അറസ്റ്റ് ചെയ്യ്. എടി ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ഇതിപ്പം 3 പേരെന്നൊക്കെ പറഞ്ഞാൽ നല്ല രീതിയിൽ അന്വേഷണം വരും. ഇപ്പോൾ ഒരെണ്ണമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. നീ പയ്യെ ഇതിൽ നിന്ന് അങ്ങ് മാറാൻ നോക്ക്. ആഫ്റ്റർ ഓൾ ഇത് അവളുടെ റിവെഞ്ച് അല്ലേ. നീ എന്തിനാ ഇതിനകത്ത്? എടാ, അച്ഛൻ്റെ അമ്മയുടെയും മുഖം പോലും ശരിക്കും എനിക്ക് ഓർമ്മയില്ല. നീ വരുന്നതിന് മുമ്പ് ലൈഫിൽ ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നലുണ്ടായത് തന്നെ അവൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞാൽ തീരെ കുറഞ്ഞു പോകും. അതാ ഞങ്ങളുടെ റിലേഷൻ. MA സൈക്കോളജിയും കഴിഞ്ഞ് ബാംഗ്ലൂർ ജോലി ചെയ്തുകൊണ്ടിരുന്നവളാണ്. അമ്മയുടെ അസുഖം കാരണം നാട്ടിൽ വന്നത്. പിന്നെ ദേഷ്യം കാണാതിരിക്കുമോ? നിങ്ങളെ ഞാനൊരു ദിവസം പരിചയപ്പെടുത്താം. അല്ല, നിങ്ങൾ ആ ബോഡി എങ്ങനെ ഫേക്ക് ചെയ്ത്?
ഇത്തിരി ക്യാഷ് ചെലവാക്കി ഇതൊക്കെ നടക്കാനാണോ പാട്? നമ്മുടെ ഒരു ഫ്രണ്ട് വഴി സെറ്റ് ചെയ്തു. അവന് മെഡിക്കൽ കോളേജിൽ എന്തൊക്കെയോ ടൈപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നെ ക്രിമിനൽ മൈൻഡ് ആരണ്ടിനെ. അപ്പോൾ അവളുടെ അച്ഛനറിയാം അവൾ മരിച്ചിട്ടില്ലെന്ന്? പിന്നില്ലാതെ, ഞങ്ങൾക്കും പുള്ളിക്കും മാത്രമേ അറിയൂ അവൾ എവിടെയുള്ളതെന്ന്. അങ്ങനെ ഇങ്ങനെയൊന്നും ആ സ്ഥലം ആരും കണ്ടുപിടിക്കില്ല. നിങ്ങളുടെ പ്രതികാരം ലോകം അറിയാൻ സമയമായില്ലേ? ആർക്കറിയാം? പരിപാടി കഴിഞ്ഞ് ഫോൺ ഓഫ് ചെയ്ത് നേരെ ബാംഗ്ലൂർ പിടിച്ചതാ. ഫോൺ ഇപ്പോഴാണ് ഓൺ ചെയ്തേ. അതുകൊണ്ട് നാട്ടിലെ സ്ഥിതി എന്താണെന്ന് അറിയില്ല. ചോദിച്ചാനാണല്ലോ വിളിക്കുന്നത്. എന്നാ ചായ? മോനെ വർഗിച്ച ചോദിച്ചാനാടാ. എന്നാ ചോദിച്ചായ? എടാ നമ്മുടെ തോമാറ്റം പോയടാ. പോയെന്നോ? ആരാണ്ടോ പണിഞ്ഞതാടാ. പണിഞ്ഞെന്നോ? ആര്? ആർക്കറിയാടാ. അവന്റെ 2 നാറിയ കൂട്ടുകാരുണ്ടല്ലോ, അതിലൊരുത്തനല്ലേ റിസോൾട്ട് ഉള്ളവൻ, ജെയ്സൺ. അവന്റെ റിസോൾട്ടിൽ നടത്തുന്ന ബോഡി കിട്ടിയത്. ആ തെണ്ടിയുടെ കൂടെയുള്ള ഷെയറും കച്ചവടവും ഒന്നും വേണ്ടെന്ന് ഞാൻ പണ്ടേ അവനോട് പറഞ്ഞതാ, കേട്ടില്ല. പോയപ്പോ നമുക്ക് പോയില്ലേ. ആ നീ എപ്പത്തേക്ക് ഇറങ്ങും? ഞാനിപ്പോ തന്നെ പോരാ. രാവിലെ ആകുമ്പോഴത്തേന് എത്തും. ആ പെട്ടെന്ന് വാടാ. അമ്മച്ചി എല്ലാം ഭയങ്കര കരച്ചിലാ. എന്ത് പറ്റിയിടാ? എന്നാ പറ്റി? ഒന്ന് വീട് വരെ പോണം. ചേട്ടൻ പോയി. ആരാണ്ട് കൊന്നതാണെന്നാ പറഞ്ഞ. എന്തിനാ എന്റെ ചേട്ടനെ? അതുവാ നിങ്ങളാ തീർത്ത ആളുടെ പേരെന്തായിരുന്നു? തോമസ്. നീ പറഞ്ഞ പോലെ തന്നെ പോലീസിനൊരു തെളിവും കിട്ടിയിട്ടില്ല. ബ്രില്യന്റ് എക്സിക്യൂഷൻ. വർക്കി, ഞാൻ പറഞ്ഞില്ലായിരുന്നു, എനിക്കറിയില്ലായിരുന്നു നിന്റെ ചേട്ടനാണെന്ന്. പണ്ടെങ്ങാണ്ട് ഒരു ഫോട്ടോ കാണിച്ചത് എനിക്ക് ഓർമ്മയുള്ളൂ. എനിക്ക് മനസ്സിലായില്ല. പോലീസ് വേണോ അതോ ഞാൻ തന്നെ കണക്ക് തീർക്കണമെന്ന് ആലോചിക്കുമായിരുന്നു. എൻ്റെ ചേട്ടൻ അങ്ങനത്തെ ഒരാളല്ല. അവന്മാരാ ചേട്ടനെ കൊണ്ട് അത് ചെയ്യിച്ചത്. എന്നിട്ടൊന്നും അറിയാൻ മേലാത്തൊരു പെട്ടിയുടെ 2 അറ്റത്തും പിടിച്ച് കണ്ട് ഞാൻ അവന്മാരുടെ സന്തോഷം. ഒരു ഷെയറുകാരൻ പോയാൽ അത്രയും കൂടെ ലാഭമാണല്ലോ അവന്മാർക്ക്. എനിക്ക് പോകാനുള്ളത് പോയി. നിങ്ങളുടെ റിവഞ്ച് മുടക്കണ്ട. അങ്ങനെ എൻ്റെ ചേട്ടനില്ലാതെ അവന്മാരങ്ങനെ ഒറ്റയ്ക്കുണ്ടാക്കണ്ട. അവന്മാരും തീരണം. നിങ്ങളുടെ പ്ലാൻ പോലെ തന്നെ നടക്കട്ടെ. നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായവും ഞാൻ ചെയ്തു തരും. നീ പറഞ്ഞ പോലെ ഇനി നടക്കാൻ പോകുന്ന 2 മർഡറിലും പോലീസിന് തെളിവൊന്നും കിട്ടരുത്. പക്ഷെ നമ്മുടെ തെളിവ് വേണം. എല്ലാം കഴിയുമ്പോൾ ആ കൊലക്കുറ്റത്തിന് അവൾ അകത്തും പോകണം. അപ്പൊ നമ്മളവളെ, അത് ചതിയല്ലേ? ഓ, ചതിയല്ലേ? ചതിയെങ്കിൽ ചതി. നിന്റെ ഫ്രണ്ടിനെ അങ്ങ് ചതിക്ക്. അവസാനം അവൾ അറിയട്ടെ അവളുടെ കൂടെ നടന്ന നീ തന്നെ അവക്കിട്ട് പണിയായിരുന്നു. പകരം നീ ഇതിൽ നിന്ന് ഒഴിവാകും. അതാണ് നിനക്കുള്ള ഫേവർ. അവളും ആ തമിഴ് പയ്യനും അകത്ത്. അത് വേറൊന്നും കൊണ്ടല്ല, അത് നീ ആയിപ്പോയി. അതുകൊണ്ടാ. നീ പറയുന്നത് പോലെ ഞാൻ ചെയ്തോളാം. എനിക്ക് അവളല്ല, നീ അവരുത്. അവസാന നിമിഷത്തിലാണേലും നീ അത് മനസ്സിലാക്കുമെന്ന് ഞങ്ങൾ കരുതിയില്ല, അല്ലേടി? ഇവളാണ് ചതിച്ചതെന്നറിയുമ്പോൾ നീ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നും
ഇവളെങ്ങനെ നിന്നെ ഫേസ് ചെയ്യുമെന്നൊക്കെ ഞാൻ ആലോചിച്ചായിരുന്നു. രണ്ടുപേരും തമ്മിലുള്ളൊരു ഇമോഷണൽ ഡ്രാമയൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ അവിടെ എനിക്ക് തെറ്റി. നീ എന്ത് വിചാരിച്ചടി? നീ എന്നെ അങ്ങ് ലോക്ക് ചെയ്താണെന്നോ? ഇതെല്ലാം അതിന് എൻ്റെ പ്ലാനല്ലേ? എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഒരു സ്പെഷ്യൽ ടീമിനെ സെറ്റ് ചെയ്തതെന്നും ഞാനതിൻ്റെ ഹെഡായതെന്നും നിനക്കറിയാമോ? നിന്റെ തലമണ്ട ഞാൻ തല്ലി പൊട്ടിക്കും. ഇവിടെയെല്ലാം ഓക്കെ, നീ വന്നു. ഋതു, അവനിങ്ങനെ പോന്നിട്ടുണ്ട്. നീ അകത്തേക്ക് പോയിരുന്നു. ഇവനെ ഞാൻ നോക്കിക്കോളാം. സെൽവ വരുമോ? അവനിപ്പോൾ വരുമെന്നാ പറഞ്ഞു. കെട്ടിയിട്ടില്ല, ചുമ ചുറ്റിയിട്ടേ ഉള്ളൂ. നിങ്ങളുടെ ടീം ഹെഡ് ഇപ്പോൾ പൂട്ടിക്കിടക്കുന്ന പഴയ കുട്ടിക്കാനം ടാക്കീസിലുണ്ട്. കില്ലറും അവിടെ തന്നെയുണ്ട്. പെട്ടെന്ന് വന്നാൽ നിങ്ങൾ സാറിനെ രക്ഷിക്കാം. അല്ല, നിനക്കിതൊക്കെ എങ്ങനെ മനസ്സിലായി? ഇതുവരെയുള്ള പ്ലാനൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷെ ക്ലൈമാക്സുകൾക്ക് നിങ്ങൾ രണ്ടോട് ഒരുമിച്ച് വന്നില്ലേ, അവിടെ തൊട്ട് നിങ്ങളുടെ പ്ലാൻ പൊളിഞ്ഞു. സാരമില്ല, കാപ്പി മതി. അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ ആരാ ഭക്ഷണം കഴിക്കും? അവന് ബോധം വന്നോന്നൊന്ന് നോക്കട്ടെ. ഞാനവിടെ കഥയൊക്കെ പറഞ്ഞ് കുറച്ച് സമയം ഹോൾഡ് ചെയ്യാം. ആ സമയം മതി പോലീസിന് അവിടെ എത്താൻ. നീ ഒന്നും അറിയാത്ത പോലെ അങ്ങ് ഇരുന്നാൽ മതി. എന്റെ കഥ മുഴുവൻ വിശദീകരിച്ച് പറഞ്ഞിട്ടും പോലീസ് ഒന്നും വന്നില്ലല്ലോ ഋതു. ആഹാ, ഏറ്റവും ബുദ്ധി നമുക്കാണെന്ന് വിചാരിച്ച നമ്മളാരായി അല്ലേ ഋതു? നമ്മളെയൊക്കെ വിറ്റ കാശുണ്ട് പിള്ളേര്.
എന്തായാലും ഞാൻ ജയിലിൽ പോവാ. എന്നാ പിന്നെ എല്ലാം അവസാനിപ്പിച്ചിട്ട് പോയാ സ്വസ്ഥായിട്ട് കിടക്കാലോ. സോറിടാ, അല്ലെങ്കിൽ നിന്നെ അവള് സാരില്ലടാ. പോകാം. അപ്പൊ ഇതെന്ത് ചെയ്യും? കൊണ്ടുപോയി എവിടെയെങ്കിലും കളയാം. റെക്കോർഡിക്കലി ഇവള് 3 വർഷം മുമ്പ് മരിച്ചല്ലേ. വർക്കി വാ, വേഗം വാ, വന്ന് പിടിക്ക്. പോലീസ് ഇപ്പൊ വരും. പോലീസ് വരട്ടെ. എന്താ? നീ കഷ്ടപ്പെട്ട് വിളിച്ചല്ലേ, അവര് വരട്ടെന്നേ. നിങ്ങൾ എന്നെ തലക്കടിച്ച് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നില്ലേ, അപ്പൊ ഞാൻ എൻ്റെ മൊബൈൽ ക്യാമറ അവിടെ ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നടന്നതൊക്കെ എൻ്റെ ക്യാമറയിലുണ്ട്. എന്നെ നിങ്ങൾ തട്ടിക്കൊണ്ടു വന്നു, അത് കഴിഞ്ഞ് നിങ്ങൾ എന്നെ കൊല്ലാൻ നോക്കി. ഇതിനിടയിൽ എന്തോ പറഞ്ഞ് നിങ്ങൾ തമ്മിൽ വാക്ക് തീർക്കുണ്ടായി. അങ്ങനെ അവസാനം നീ അവളെ തലക്കടിച്ചു കൊന്നു. ഞാൻ സാക്ഷി. നിങ്ങൾ തമ്മിലുള്ള ബന്ധവും ഉണ്ടായ പ്രശ്നമൊക്കെ പോലീസ് തെളിയിച്ചോളൂ. പിന്നെ എന്നെ ഇതിലേക്ക് കണക്ട് ചെയ്യാമെന്ന് വിചാരിക്കണ്ട. ഫേക്ക് ആണെന്ന് നിനക്ക് പ്രൂവ് ചെയ്യാൻ പറ്റത്തക്ക മാരക തെളിവൊന്നും നിന്റെ കയ്യിലില്ല. ബാസ്റ്റേർഡ്, നീ എനിക്കിട്ട് പോണതല്ലേ? പിന്നെ നീ എന്ത് വിചാരിച്ചടി? എൻ്റെ ചേട്ടനെയും കൊന്ന് എൻ്റെ അടുത്ത് വന്ന് തെറ്റേറ്റ് പറഞ്ഞ് ഈ പെണ്ണിനെ ആ തമിഴഞ്ചക്കനെയൊക്കെ പറ്റിച്ച് എൻ്റെ അടുത്ത് വന്നാ ജീവിതകാലം മുഴുവൻ എൻ്റെ കൂടെ കിടക്കാമോ? ഇന്നലത്തെ ജെയ്സൺ കൊലക്കേസ് ഇവക്കെതിരെ മാത്രമല്ല, നിനക്കെതിരെയും തെളിവുണ്ട്. കൊല്ലുന്ന വിഷ്വൽസ് അടക്കം. എൻ്റെ ചേട്ടൻ കഴിഞ്ഞ് പിന്നെ നടന്ന 2 കൊലക്കേസിലും ഞാൻ കൂട്ടുനിന്നതും തെളിവുണ്ടാക്കി തന്നതും ഇവക്കിട്ട് പണിയാൻ വേണ്ടി തന്നെയാ. പക്ഷെ അത് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാണെന്ന് നീ വിചാരിച്ചില്ലേ? എല്ലാം കഴിയുമ്പോൾ നിന്നെ ഞാൻ കൊന്നേ. അത് നികിതയുടെ പേര് കയറിയനെ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പ്ലാൻ മൊത്തം മാറി. ഞാൻ നിന്നെ കൊല്ലുന്നതിന് മുമ്പ് നീ അവളെ കൊന്നു. ഇനി ഒരു കാര്യം ചെയ്യും, എല്ലാം കൂടെ ചേർന്ന് എൻ്റെ മോൾ അങ്ങനെ അനുഭവിക്കും. ആഹാ, എന്താ ടൈമിംഗ് അല്ലേ? സാർ, അവളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി സാർ. എല്ലാം കഴിഞ്ഞോ? കഴിഞ്ഞു സാർ. സാർ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെ ആണോ, കുഴപ്പമൊന്നുമില്ല. എന്നാൽ നമുക്ക് പോവാം സാർ. ഇല്ല, നിങ്ങൾ വിട്ടോ. എൻ്റെ ബൈക്ക് അവിടെ ഇരിപ്പുണ്ട്, ഞാൻ അതിൽ വന്നു. അല്ല സാർ ജീപ്പ് എടുത്തോ, ഞാൻ ബൈക്ക് എടുപ്പിച്ചോളാം. ആ വേണ്ടടോ, നിങ്ങൾ പൊക്കോ. അല്ല സാർ, ഞാൻ വന്നോളാം. അത് പൊക്കോടോ.
ഞാനങ്ങ് പോന്നിട്ടുണ്ട്. ഹലോ അക്ക, സെൽവ, നീ എവിടെയാ? ഞാൻ വന്നിട്ടേ. നീ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നീ ഒരു കാരണവശാലും ഇങ്ങോട്ട് വരരുത്. നീ ഇപ്പോൾ പോയി വണ്ടി എടുത്ത് അവരെയും കൂട്ടി ഞാൻ പറയുന്ന സ്ഥലത്ത് വെയിറ്റ് ചെയ്യണം. നിനക്ക് ഞാൻ ഒരു വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. വൈകിട്ട് 7 മണിക്ക് മുമ്പ് ഞാൻ അവിടെ എത്തിയില്ലെങ്കിൽ നീ ആ മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കണം. എന്നിട്ട് ഞാൻ പറയുന്ന പോലെ ചെയ്യണം. മനസ്സിലായോ? മനസ്സിലായി. ആരാ എതുക്കൊക്കെ ഇതല്ല? ആരെങ്കിലും ഒരാൾ ബാക്കി വേണ്ടേ സെൽവ? നീ പറഞ്ഞു ചെയ്യ്. എന്നുയർത്തൊടും കൺമണി നിലാ പൈതൽ പോലെ നീ നോവുമായി നിൻചിരി മെല്ലെ മാഞ്ഞതെങ്ങോ കൺമണി എന്നിലെ താളമായി നീ പൊന്മണി എന്നിലെ ശ്വാസമായി നീ കാവലായി നിന്റെ ചാരെ என்றுമെന്നുயிர் செம்பூவே ഇവാഴ്വിൽ ഞാൻ കാത്തുവച്ചിടാ ഇരുളടഞ്ഞു വീഴ്ന്നു പോണ മൂകരാത്രി മെല്ലെ വിദൂരെ നിന്നോമൽ കനവിലേറവേ കണ്ണേ കൺമണി എന്നോവിൻ തേൻകനി കണ്ണേ കൺമണി എന്നോവിൻ തേൻകനി നീ പോകും പോതു എൻ നെഞ്ചം തേടി അലയുമേ കൺമണി എന്നിലെ താളമായി നീ പൊന്മണി എന്നിലെ ശ്വാസമായി നീ இமைகள் மூடும் போது நானும் உன்னை தேடுவேன் பெண் பூவே உன் வாசம் என் மூச்சில் சேருதே சிறிகள் தாயின் பக்கம் நின்று மாഞ്ഞു போகும் நேரம் நீ மண்ணோடு மண்ணாய் சேரும் மாத்திரையில் பொன்னே பொன்மணி என் காதில் தேன்மொழி பொன்னே പൊന്മണി എൻ കാതിൽ തേൻമൊഴി നീ മായും നേരം എൻ പാട്ടിനീണം മായുതേ കൺമണി എന്നിലെ താളമായി നീ പൊന്മണി എന്നിലെ ശ്വാസമായി നീ ഇന്നൊരോർമ്മയായി എന്നുയിർത്തൊടും കൺമണി നീലാ പൈതൽ പോലെ നീ നോവുമായി നിൻചിരി മെല്ലെ മാഞ്ഞതെങ്ങോ കൺമണി
പൊന്മണി എന്നിലെ ശ്വാസമായി നീ കൺമണി എന്നിലെ താളമായി നീ പൊന്മണി എന്നിലെ ശ്വാസമായി നീ സെൽവ, ഋതു, അവൾ ഇത്രയും കാലം നമ്മളെ പറ്റിക്കുമായിരുന്നടാ. ആ പോലീസുകാരൻ്റെ അവളുടെ പ്ലാനായിരുന്നല്ല. ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ജീവനോടെ കാണില്ല. എന്തിൻ്റെ പേരിലായാലും ചെയ്തത് തെറ്റ് തന്നെയാ. തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കാൻ ബാധ്യസ്ഥരാ. ഞാനത് അനുഭവിച്ചോളാം. നീ ഇവിടെ വേണം, വീണ്ടും ഒന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, പുതിയതൊന്നും തുടങ്ങാതിരിക്കാൻ. ആ